ഹലോ ഗായ്സ്. അപ്പം രാവിലെ ഞാൻ ജോലിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസമായി ജോലീൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ പിന്നെ വിചാരിച്ചു ഇന്നെന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനത് പേക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നേ. അന്നാടെ ഉള്ളത് കുറച്ച് പേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ പേക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് ചെറിയൊരു ഡാമേജ്. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചിട്ട് അടുത്തത് നമ്മൾ ഓരോന്ന് പേക്ക് ചെയ്യുകയാണ്. സൈസാക്കിയതും അല്ലാത്തതും ഒക്കെ എടുത്ത് നമ്മൾ പേക്ക് ചെയ്ത് ഓരോരുത്തരുടെ മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തോന്നെടുത്തു, ഇടയ്ക്ക് പേക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ നൂലൊക്കെ പൊങ്ങിയിരിപ്പുണ്ടോ അതൊക്കെ എന്താ പറയുക മുറിച്ച് കളയണം. പിന്നെ അതിൻ്റെ പോലെ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെയെല്ലാം നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ പേക്ക് ചെയ്ത് നമ്മൾ കൊറിയർ അയക്കാറ് കേട്ടോ. അപ്പോൾ വന്നപ്പോഴേ ഞാനെല്ലാം ഓരോന്നോരോന്ന് നോക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പേക്ക് ചെയ്യുന്നതിന് മുന്നേ എന്ത് പണിയെടുക്കും, ആദ്യം ഒന്ന് നോക്കും എന്തെങ്കിലും ഈ അവർ തന്നത് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഒരേപോലത്തെ ആണോ എന്ന് നോക്കിയിട്ട് 1-2 പ്രാവശ്യം നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഓരോന്നും നമ്മൾ അയക്കാറുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് ഞാനിതെല്ലാം എടുത്തിട്ട് പേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് മെസ്സേജസ് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. 2 ദിവസമായിട്ട് വന്നിട്ട്, പക്ഷേ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമുക്കൊരു 3-4 ദിവസം പിടിക്കും അതൊന്ന് എന്താ പറയുക നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ വന്നതിന് ശേഷം ഞാൻ ഓരോരുത്തർക്കുള്ള മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നു, അങ്ങനെ ഓരോരുത്തരുടെ മെസ്സേജ് നോക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഓരോ പണികളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ആൾക്കാർ കുറഞ്ഞ് കഴിഞ്ഞപ്പം എന്ന് വെച്ചാൽ മെസ്സേജ് അയക്കൽ കുറഞ്ഞ് കഴിഞ്ഞപ്പം നമുക്ക് കുറച്ച് എലാസ്റ്റിക് മുറിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അളവിനനുസരിച്ച് ഞാൻ ഓരോന്നോരോന്നും മുറിച്ച് എടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതങ്ങ് കഴിയുകയാണെങ്കിൽ അതങ്ങ് കഴിയുമല്ലോ എന്നുള്ള ധാരണയിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരാളുടെ കൊറിയർ കിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ കുറേ അന്വേഷിച്ച് പെറുക്കി നോക്കി വന്നപ്പം അത് അവിടെ തന്നെ ഉണ്ട്. അവരുടെ പിൻകോഡ് അവരോട് തന്നെ മാറിപ്പോയത് കൊണ്ട് നമ്മളെന്ത് പണിയെടുക്കുക, വീണ്ടും അയച്ചു കൊടുക്കണം കേട്ടോ. അത് പോയി എടുത്തുകൊണ്ട് വന്നിട്ട് അവരോട് മാറിപ്പോയതിൻ്റെ ഒരു ഇതാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചത് എന്തായിരുന്നു, ചോറും സാമ്പാറും പിന്നെ അങ്ങനെ നമ്മുടെ കുറച്ച് കറി ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവർ മുട്ട പൊരിച്ചതും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പേക്ക് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചായയും കുടിച്ച് വേഗം ഇറങ്ങി കേട്ടോ. നമുക്കിന്ന് വലിയ വർക്കൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. ആകെ ഉള്ളായിരുന്ന ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ കൊറിയർ എത്തിയില്ല എന്നും പറഞ്ഞാൽ നമ്മളെ വിളിച്ച് കഴിഞ്ഞപ്പം നമ്മൾ നോക്കി അഡ്രസ്സ് നോക്കി കഴിഞ്ഞപ്പം അത് പിൻകോഡിന് ചെറിയൊരു വ്യത്യാസം വന്നു, അവർക്ക് അങ്ങോട്ടേക്ക് പോവില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു ചെറിയ വിഷയമായപ്പോൾ ഞങ്ങൾ ആകെ ഒരു ടെൻഷനായിരുന്നു. കാരണം നമ്മൾ ഓർഡർ ചെയ്ത് നമ്മുടെ അടുത്ത് പൈസയും തന്ന ഒരു സംഭവമായിരുന്നല്ലോ. അങ്ങനെ ഒരു ഇച്ചിരി ടൈം പോയിന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ, ഓരോ ദിവസത്തെ കാണിക്കാനും പറക്കാനൊക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പം നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.